പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി സാന്ത്വനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും തന്ന സർവശക്തനായ ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. ഇന്നേ ദിവസം അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇതിനു മുൻപ് ഞാൻ ഇതേ ശുശ്രൂഷയിൽ ഇതേ അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവച്ചിരുന്നു. ഇന്ന് ഈ ഒരു വാക്യം എടുത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി എന്ന് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് യേശുവിനോട് ഈ കാര്യങ്ങൾ പറയുന്നു. യേശു പ്രതികരിക്കുന്നത് എൻ്റെ സമയം ആയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇതാ കന്യകമറിയാം അവിടെ ആ പരിചാരകരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവൻ യേശു തമ്പുരാൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞേൽപ്പിക്കുമ്പോൾ അവരെ ആ ചുമതല ഫലമേൽപ്പിക്കുകയാണ്. പിന്നീട് നാം കാണുന്നത് അതിൻ്റെ 7-8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു തമ്പുരാൻ ഈ പരിചാരകന്മാരോട് പറയുകയാണ്, യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവിടെ 6 കൽപാത്രങ്ങൾ, കൽഭരണികൾ ഉണ്ടായിരുന്നു. ആ ഭരണികളിൽ, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് യേശു തമ്പുരാൻ ആ പരിചാരകന്മാരോട് ആവശ്യപ്പെടുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിനുശേഷം അത് കോരി നിറച്ചു, വക്കോളവും നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ വീണ്ടും അടുത്ത കാര്യം പറയുന്നു. കർത്താവ് പറയുകയാണ്, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ അതേപടി അനുസരിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, അവിടെ ആ വീഞ്ഞു കുറഞ്ഞു പോയില്ല, എല്ലാം മനോഹരമായി തീരുകയാണ് ചെയ്തത്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുമ്പോൾ ഇന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവമാതാവ് ആ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. വീണ്ടും ഇതാ ആ സമയമായപ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ്, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ അവർ വക്കോളവും നിറച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത കാര്യം കർത്താവ് കൽപ്പിക്കുകയാണ്, അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ കൽപ്പിക്കുകയാണ്. വിരുന്നുവാഴി രുചിച്ചു നോക്കുമ്പോൾ അത് വളരെ മനോഹരമായി നല്ല ഗുണമുള്ളതായി കാണപ്പെടുകയാണല്ലോ. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവൻ്റെ കൽപ്പന പാലിച്ചപ്പോഴാണ് ആ അത്ഭുതങ്ങൾ അവിടെ നടന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം യേശു തമ്പുരാൻ്റെ വചനം അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതവും നാം ചെന്നപ്പെടുന്ന ഏത് മേഖലയാണോ അവിടെയെല്ലാം അനുഗ്രഹകരമായി തീരുമെന്നുള്ളതായ വസ്തുത ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുകയാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് കന്യകമറിയാമിനോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറയുന്നൊരു വേദഭാഗമാണല്ലോ ഇത്. നമുക്കെല്ലാവർക്കും ഈ വാക്യം വളരെ സുപരിചിതമായ വേദഭാഗം തന്നെയാണ്. ഇതാ എലിസബത്ത് പറയുന്ന കാര്യം, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് കന്യകമറിയാമിനെ വിളിക്കുകയാണ്. ആ സാഹചര്യം നമുക്കറിയാം. ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുമ്പോൾ, നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണമെന്നെല്ലാം പറയുമ്പോൾ അവൾ ആദ്യം സംശയിക്കുന്നുണ്ട്, എങ്ങനെയാണ് സംഭവിക്കുക? എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ആ ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിൻ്റെ മാലാഖ വീണ്ടും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഇതെല്ലാം സംഭവിക്കും. മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് അത് 6-ാം മാസമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ വചനം വീണ്ടും കേട്ടുകഴിഞ്ഞപ്പോൾ ആ വചനം പരിപൂർണമായി കന്യകമറിയാം സ്വീകരിക്കുകയായിരുന്നു, വിശ്വസിക്കുകയായിരുന്നു. ആ വചനം സ്വീകരിക്കുമ്പോൾ ഇനി വരാനുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി സങ്കീർണതകൾ നിറഞ്ഞതാണ്, പ്രയാസങ്ങൾ നിറഞ്ഞതാണ്, എല്ലാം
കന്യകമറിയാമിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ വചനം കണ്ണടച്ച് പരിപൂർണമായി ആ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് കന്യകമറിയാം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇതാ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയാസങ്ങൾ വരാനിരിക്കുകയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയപ്പോഴും ആ വചനം വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനിടയായി. അതുകൊണ്ട് കർത്താവ് തന്നോട് പറഞ്ഞത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഇതാ എലിസബത്ത് കന്യകമറിയാമിനെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ ശുദ്ധിമതിയായ കന്യമാതാവിനെ ഭാഗ്യവതി എന്ന് വിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി മാറാം. അങ്ങനെ മാറണമെങ്കിൽ നാം നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാലാണ് നാം അപ്രകാരമായി തീരുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം വചനം പ്രസംഗിക്കുന്നവരും വചനം കേൾക്കുന്നവരുമാണ്. വചനം കേൾക്കുവാൻ തക്കവണ്ണം വലിയ സാഹചര്യങ്ങൾ, വലിയ കൃപ ദൈവം തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ തിരുവചനങ്ങൾ കേട്ടിട്ട് നാം അത് പാലിച്ചു മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ മനോഹരമായി പാട്ടുകാരൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും നീതിയിലവർ വാഴും, ആത്മമരണം മാറും നീതിയിലവർ വാഴും, കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുവാൻ നമുക്ക് ദൈവം തമ്പുരാൻ ഭാഗ്യം തന്നിരിക്കുമ്പോൾ ആ വചനം നമ്മൾ കേൾക്കുന്നു, വലിയ സന്തോഷമുള്ള കാര്യം പോരാ. ആ വചനം കേട്ടിട്ട് അത് കാത്തു പരിപാലിച്ചുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നാം എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ഒരു ഭാഗത്ത് ഇപ്രകാരം കർത്താവ് തമ്പുരാൻ പറയുന്നൊരു കാര്യമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് തമ്പുരാൻ സങ്കടത്തോടെ ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പറയുന്നത് എൻ്റെ വചനങ്ങൾ നിങ്ങൾ പ്രമാണിക്കാതിരിക്കുന്നത്, നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്തേ എന്ന് കർത്താവ് തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നാളുകളിൽ നാം എല്ലാവരും ദൈവകൃപയാൽ സുവിശേഷം കേട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിലും പലപ്പോഴും അത് പാലിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കാകുന്നില്ലല്ലോ. കർത്താവിന് വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആരാണ്? കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അധിനാഥൻ, ഉടയവൻ എന്നാണല്ലോ അർത്ഥം. എൻ്റെ ഉടയവൻ എൻ്റെ കർത്താവാണോ? നാം ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഞാൻ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്, യേശുവെ എന്ന് വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, സുവിശേഷ യോഗത്തിന് പോകുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം കർത്താവിന് സന്തോഷമാണ്. പക്ഷേ അവൻ്റെ വചനം കേട്ട് നാം അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഈ ദൈവം എൻ്റെ കർത്താവാണ്, അവനുമായി ഒരു വിട്ടുപിരിയാത്ത ബന്ധം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതായ ബോധ്യം നമുക്ക് എത്ര പേർക്കുണ്ട്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ ഇതാ യേശുതമ്പുരാന് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു പദമാണല്ലോ കർത്താവ് എന്നുള്ളത്. പ്രിയപ്പെട്ട പഴയ നിയമകാലത്ത് മുതൽ ഇതാ പുറപ്പാട് പുസ്തകം 3:15 യഹോവ എന്ന ദൈവമായ ഞാൻ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഇതാ ബൈബിളിൽ ഉടനീളം കർത്താവ് എന്നുള്ളതായ ആ പേര് നമ്മൾ കാണുന്നു. ആദിമസഭയിൽ ഉത്ഥാനം ചെയ്ത യേശുവിനെ ഇതാ കർത്താവേ എന്ന് അവർ വിളിച്ചിരുന്നു, കർത്താവായിട്ട് അംഗീകരിച്ചിരുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ തോമാശ്ലീഹ പറയുന്ന കാര്യം അത് തന്നെയാണല്ലോ, വിശ്വാസത്തോടെ പറയുകയാണല്ലോ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ. പ്രിയപ്പെട്ടവരെ, കർത്തൃത്വം നടത്തുന്നവനാണ് കർത്താവ്, നമ്മുടെ ഉടയവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ യേശുതമ്പുരാൻ. അങ്ങനെയാണെങ്കിൽ
എൻ്റെ എല്ലാ ജീവിത മേഖലകളിലും യേശുതമ്പുരാൻ ഉടയവനായിട്ട് മാറുന്നുണ്ടോ? പലപ്പോഴും ഇല്ലല്ലോ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, അനവധിയായ കൽപ്പനകളുണ്ട്. അവൻ്റെ വചനങ്ങൾ അനവധിയാണ്. എന്നാൽ ചിലതെങ്കിലും പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? 1-2 കാര്യങ്ങൾ മാത്രം സമയക്രമീകരണത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വായിച്ചു കേൾക്കുന്ന പ്രകാരമാണ്: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. നമ്മുടെ കർത്താവ് സ്നേഹം തന്നെയാണ്. അവൻ നമ്മോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്വന്തം സഹോദരന്മാരെ മാത്രമല്ല, മുഴുവൻ ആളുകളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദൈവം സ്നേഹം തന്നെയാണ്. പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത് സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. വീണ്ടും പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഭക്തിയെല്ലാം പലപ്പോഴും കാപട്യമായി മാറുകയല്ലേ? ഈ നാളുകൾ വരെയും പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, പക മാറുന്നില്ല, വിദ്വേഷം മാറുന്നില്ല, വാശി മാറുന്നില്ല, പിണക്കം മാറുന്നില്ല. പലരോടും ക്ഷമിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ, ഈ സ്നേഹം ഇപ്രകാരം മറ്റുള്ള കൊടുക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ, നാം ദൈവത്തിനുള്ളവരാണോ, ദൈവത്തിൽ നിന്നുള്ളവരാണോ നാം മനസ്സിലാക്കണം. വീണ്ടും 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യം: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന് ഈ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ പരിചയപ്പെട്ട പലരും പറയുന്നൊരു കാര്യം, സുവിശേഷ യോഗത്തിനെല്ലാം പോകുന്നുണ്ട്, പ്രൈസ്തലോടും ഹാലലുയ്യായും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ തിരികെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സുവിശേഷ യോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല വ്യക്തികളും തൻ്റെ ജീവിത മേഖലകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരെയും പകയ്ക്കുന്നവരാണ്, വഴക്കുണ്ടാക്കുന്നവരാണ്, ഭിന്നതയുണ്ടാക്കുന്നവരാണ്. ദൈവജനമേ, ഇവിടെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു കള്ളനോ കള്ളിയോ ആണോ? നാം തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? വീണ്ടും പ്രിയപ്പെട്ടവരെ, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അങ്ങനെയെങ്കിൽ കാണപ്പെടുന്ന സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുവാനായിട്ട് കഴിയുക? അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ആ ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ പാലിക്കാറുണ്ടോ? ഈ ഉദാഹരണത്തിൽ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഇത്രയും കാലമായിട്ടും നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാൻ അവൻ്റെ കൽപ്പനകളെ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിബന്ധങ്ങളെല്ലാം വരുമ്പോൾ നാം വീണു പോകുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കണം. അപ്പോസ്തലനായ പൗലോസ് നമ്മോട് വ്യക്തമായിട്ട് പറയുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ്. പൗലോസ് ശക്തമായിട്ട് തന്നെ പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നാം കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നുണ്ടോ? അതോ കർത്താവേ എന്ന് വിളിക്കുക മാത്രമാണോ ചെയ്യുന്നത്? വീണ്ടും ഈ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ യേശുവുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ച് പരിശോധിക്കും. എൻ്റെ യേശു എനിക്ക് ആരാണ്? അവനുമായുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഞാൻ അവനോട് നന്ദി പറയുന്നുണ്ടോ? ഞാൻ എൻ്റെ യേശുവിനോട് നന്ദി പറയുന്നുണ്ടോ? നാം വചനം കേട്ട് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നാം അവനോട് നന്ദിയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 14-ാം വാക്യം, അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പിൻ. അവിടെ തൊട്ട് മുൻപ് 11-ാം വാക്യം മുതൽ പരിശോധിക്കുമ്പോൾ അവിടെ യേശു തമ്പുരാൻ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലുള്ള ഗ്രാമത്തിലൂടെ കടന്നു വരുമ്പോൾ 10 കുഷ്ഠരോഗികൾ അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കുന്ന രോഗമാണ്. ഒരു കുഷ്ഠരോഗിയുള്ള ഭവനം എന്ന് പറയുന്നത് തന്നെ ആ നാട്ടിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഭവനമാണ്. ആളുകളെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുകയുള്ളൂ. വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ആ കാലഘട്ടത്ത് കുഷ്ഠരോഗികൾ ജീവിച്ചു പോന്നിരുന്നത്.
രോഗം ഭേദമാകുന്നില്ല, മരുന്നില്ല, സൗഖ്യമാകുന്നില്ല. വലിയ വേദനയോട് സങ്കടത്തോടും പോകുമ്പോഴാണ് 10 പുരുഷന്മാരായ കുഷ്ഠരോഗികൾ ഇതാ യേശുവിനെ കാണുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. യേശു നായക, ഞങ്ങളോട് മനസ്സലിയണമേ എന്നുള്ളതായ പ്രാർത്ഥന യേശുവിനോട് അവർ അപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് യേശു അവർ സൗഖ്യമാക്കുന്നില്ല. പക്ഷെ ഒരു വചനം അവരോട് പറയുകയാണ്. കർത്താവ് കൽപ്പിക്കുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പിൻ. അത് യേശുവിൻ്റെ കൽപ്പനയാണ്, യേശുവിൻ്റെ വചനമാണ്. അവർ ആ സമയത്ത് വേണമെങ്കിൽ പറയാം, അയ്യോ ഞങ്ങൾ സൗഖ്യമാക്കണം, വീണ്ടും ആവശ്യപ്പെടാം. പക്ഷെ അവരൊന്നും പറയുന്നില്ല. യേശുക്രിസ്തു കൽപ്പിച്ചു, യേശു നായക ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് കൽപ്പിച്ചത് ഇപ്രകാരമാണ്. അവർ ആ കാര്യം കേട്ടനുസരിച്ച് തങ്ങളെ തന്നെ പുരോഹിതന്മാർ കാണിച്ചു കൊടുക്കുവാൻ പോകുമ്പോൾ അവിടെ വചനം പറയുകയാണ്, ആ പോകുന്ന വഴിയിൽ തന്നെ അവരെല്ലാവരും ശുദ്ധരായി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ കൽപ്പന എന്താണോ? യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പിൻ. അതായിരുന്നു യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ കൽപ്പന അതായിരുന്നു. ആ 10 കുഷ്ഠരോഗികൾ അവർ ഇതാ ആ കൽപ്പന പാലിച്ചുകൊണ്ട് തങ്ങളെ തന്നെ കാണിപ്പാനായിട്ട് കടന്നു പോകുമ്പോൾ തന്നെ പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീരുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട, നമ്മൾ പഠിച്ചു വന്നത് യേശുവിൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങളോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. യേശു കൽപ്പിച്ചു. ഇതാ ആ കൽഭരണികൾ വെള്ളം നിറയ്ക്കുവാൻ കൽപ്പിച്ചപ്പോൾ ആ പരിചാരകന്മാർ അതുപോലെ ചെയ്തു. ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി, പക്ഷേ അതെല്ലാം നിറവായി തീരുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ നാം അതുപോലെ തന്നെ കാണുകയാണ്. കുഷ്ഠരോഗികൾ അവൻ്റെ വചനം കേട്ടനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ അവിടെ കാണുന്നു, ആ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ അവർ ഇതാ ശുദ്ധരായി തീർന്നു, കുഷ്ഠം മാറി. അവിടെ നാം വീണ്ടും കാണുന്ന കാര്യം കൂടിയുണ്ട്. ആ 10 പേരിൽ ഒരാൾ മാത്രം പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ദൈവമാണല്ലോ സൗഖ്യപ്പെടുത്തിയത്. സൗഖ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ മടങ്ങി വരികയാണ്. 9 പേര് മുന്നോട്ട് പോയി. 9 പേര് നന്ദി പറയുവാൻ മടങ്ങി വരുന്നില്ല. എന്നാൽ ഒരേ ഒരാൾ നന്ദി പറയുവാൻ മടങ്ങി വരികയാണ്. മടങ്ങി വന്നിട്ട് അവൻ അടുത്ത വാക്യം 17-ാം അധ്യായത്തിന് 17-18 വാക്യങ്ങളിൽ അവൻ മടങ്ങി വന്ന് യേശു തമ്പുരാൻ്റെ മുമ്പിൽ കവിണ്ണു വീണിട്ട് അവനോട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നന്ദി പറയുമ്പോൾ കർത്താവിന് അവൻ നന്ദി പറഞ്ഞ സന്തോഷമായ ഒരു കാര്യം കൂടിയുണ്ട്. അവൻ ഒരു ശമരിയക്കാരനായിരുന്നു, അവൻ പുറജാതിക്കാരനായിരുന്നു. അവൻ മടങ്ങി വന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് സന്തോഷമായി. പക്ഷേ ഒപ്പം സങ്കടം കൂടി ഉണ്ടായി. കർത്താവ് തമ്പുരാൻ അവിടെ പിന്നീട് പറയുന്ന കാര്യമാണ്, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ബാക്കി 9 പേർ എവിടെയാണ്? ഈ ഒരു അന്യജാതിക്കാരൻ മാത്രമാണല്ലോ നന്ദി പറയുവാൻ മടങ്ങി വന്നത്. കർത്താവിന് വലിയ സങ്കടമായി. സങ്കടത്തോടെ യേശു തമ്പുരാൻ പറയുന്ന ഒരു കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ 9 പേർ എവിടെ പോയി? ആ 9 പേർ നമ്മുടേതിന് തുല്യമല്ലേ? നാം ചിന്തിച്ചാൽ മനസ്സിലാകും. ഇതാ ഒരേ ഒരാൾ മടങ്ങി വന്നു, അവൻ അന്യജാതിക്കാരനുമായിരുന്നു. ഇതുപോലെ നാം നന്ദിയുള്ളവരായി മാറിയില്ലെങ്കിൽ നമ്മുടെ കർത്താവിന് എപ്പോഴും സങ്കടമാണ്. നാം നന്ദി പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരോടെല്ലാം കടപ്പാടുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ കടപ്പാടുണ്ടാകണം. നമ്മെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം തന്ന് ഈ നിലയിൽ എത്തിച്ചതായ നമ്മുടെ അപ്പനെയും അമ്മയും മറന്നു പോകരുതേ. അവർ പ്രായമാകുമ്പോൾ അവരെ അനാഥാലയങ്ങളിലേക്ക്, വൃദ്ധസദനങ്ങളിൽ തള്ളിവിടുന്നത് എത്രയോ സങ്കടമാണ് നമ്മുടെ കർത്താവിന്. നമ്മുടെ അധ്യാപകർ, നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ വളർച്ചയിൽ സഹായിച്ചവരായ ആരെയും മറന്നു പോകുവാൻ നാം ഇടയാകരുത്. അവരോടെല്ലാം നന്ദിയുള്ളവരായി നാം മാറണം. അതെല്ലാം ഒരു സുവിശേഷ വില തന്നെയാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നത് മാത്രമല്ലല്ലോ, പാട്ടുപാടുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ സുവിശേഷ വേല എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതവും സുവിശേഷവുമായി മാറുമ്പോഴാണ്. മറ്റുള്ളവർ സഹായിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കരുണ കാണിക്കുമ്പോൾ അതെല്ലാം സുവിശേഷ വേലയായി കണക്കാക്കപ്പെടുകയാണ്. പോരാ, ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ കൃതജ്ഞതാ ബലി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുന്നുണ്ടോ? ഓരോ ഞായറാഴ്ചകളിലും നമ്മുടെ ദേവാലയത്തിൽ നാം ചെല്ലേണ്ടതായ ദേവാലയത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. വന്നില്ലെങ്കിൽ, ചെന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവിന് സങ്കടമാണ്. എന്തേ എൻ്റെ മോൻ വരാത്തത്? എന്തേ എൻ്റെ മോൾ വരാത്തത്? കർത്താവിന് സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, നാം നന്ദിയുള്ളവരായിരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുവാൻ പോലും യോഗ്യനല്ല. ഞാൻ ദൈവമക്കളെ, ദൈവസഭയെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുള്ളവനാണ്. ഞാൻ ഇങ്ങനെയൊന്നും ആകുവാൻ എനിക്ക് യോഗ്യതയില്ല. എങ്കിലും ഇന്ന് ഈ അവസ്ഥയിലായത്, എങ്കിലും ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിലാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒന്ന് ചിന്തിക്കുവാൻ പാടില്ലേ? ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവമാണ് എന്നെ നടത്തിയത്. അപകടങ്ങളിൽ നിന്നും കാത്തുപരിപാലിച്ചത് എൻ്റെ യേശുവാണല്ലോ.
ഒരിക്കൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു, ഒരിക്കൽ ഞാൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു, ഞാൻ മരണത്തോട് മല്ലടിച്ച് കിടന്നവനായിരുന്നു. എന്നാൽ എൻ്റെ ദൈവമാണല്ലോ എന്നെ സൗഖ്യമാക്കിയത്. ഈ നിമിഷം വരെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ എൻ്റെ ദൈവമാണല്ലോ എനിക്ക് കൃപ തന്നത്. ഇന്നെനിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ ദൈവമാണല്ലോ എനിക്ക് തന്നത്. നന്ദിയുള്ളവരായി നമുക്ക് മാറാം. നന്ദി ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തിപ്പെടും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, എന്നും ബൈബിൾ വായിക്കും, നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. പോരാ, ആരാധന ഞായറാഴ്ചകളിൽ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി നാം ആയിരിക്കും നമ്മുടെ പള്ളികളിൽ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, സുവിശേഷ യോഗങ്ങൾക്ക് വലിയ ദാഹത്തോടുകൂടി നാം കടന്നു പോകും. പോരാ, നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകും, സ്നേഹിക്കുവാൻ തയ്യാറാകും, നന്ദി പറയുവാൻ തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുകയാണ്, എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യണമെന്ന്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള ജീവിത നാളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ കൽപ്പനകൾ പാലിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാം. കാനാവിലെ കല്യാണ വീട്ടിൽ ആ പരിചാരകന്മാർ യേശുവിൻ്റെ കൽപ്പന പാലിച്ച് ആ കൽഭരണികളിൽ വെള്ളം നിറച്ചതുപോലെ, പോരാ, വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ കൽപ്പിച്ചപ്പോൾ അപ്രകാരം ചെയ്തതുപോലെ ഇതാ നമുക്കും അപ്രകാരം മുന്നോട്ട് പോകാം. ആ കുഷ്ഠരോഗികൾ യേശുവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് മുന്നോട്ട് പോയതുപോലെ, പോരാ, ഒരുത്തൻ മടങ്ങി വന്നതുപോലെ നന്ദിയുള്ളവരായി കൽപ്പന പാലിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുകയും നന്ദിയുള്ളവരായി മാറുകയും നമുക്ക് ചെയ്യാം. നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇതാ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്. നമുക്ക് ഒരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ശിരസ്സ് നമിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി, ധ്യാനചിന്തയ്ക്കായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ദൈവം തമ്പുരാനെ, ഇന്ന് ശുശ്രൂഷയിലൂടെ നിൻ്റെ വചനം കേട്ട എല്ലാ മക്കളും തീരുമാനമെടുക്കുകയാണല്ലോ. ഇനിയുള്ള നാളുകളിൽ സുവിശേഷം കേട്ടാൽ മാത്രം പോരാ, ആ സുവിശേഷം കേട്ടനുസരിച്ച് നിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും തീരുമാനമെടുക്കുന്നു. ദൈവം തമ്പുരാനെ, അങ്ങനെ തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതോടൊപ്പം തന്നെ നിൻ്റെ കൽപ്പന പാലിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ഓരോരോ പ്രാർത്ഥന ആവശ്യങ്ങൾക്കും നീ നിറപടിയായി മറുപടി കൊടുക്കണമേ. ഇല്ലായ്മകളും അല്ലായ്മകളും മാറ്റണം കർത്താവേ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ തക്കവണ്ണം, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളും കാനാവിലെ കല്യാണ വീട് പോലെ സന്തോഷമുള്ള ഭവനങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. എല്ലാ പ്രാർത്ഥനാവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുന്നു. പിതാവാം ദൈവമേ, പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.